ഈമാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമതായി വേണ്ടത് ഈമാനാണ്. അപ്പൊ പലരും ചോദിക്കുന്ന ചോദ്യം അസ്ഥാനത്താണ്. നേരത്തിന് നിസ്കരിച്ചാ പോരെ ഉസ്താദേ, നോമ്പ് വെച്ചാ പോരെ ഉസ്താദേ, ഔറത്ത് മറച്ചാ പോരെ ഉസ്താദേ, എന്റെ മകൻ എന്റെ മകൾ ഏതേടാകൂടത്തിലായാലും ഇപ്പൊ നേരത്തിന് നിസ്കരിക്കുന്നുണ്ടല്ലോ, നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ, ഖുർആൻ ഓതുന്നുണ്ടല്ലോ, അതെ അവൾ ഔറത്ത് മറച്ച് നടക്കുന്നുണ്ടല്ലോ. ഏത് ഇബ്ലീസിന്റെ ശാലയിലാ പഠിക്കുന്നതെങ്കിലും ഔറത്ത് മറക്കണില്ലേ? ചില വാപ്പാരങ്ങനെയാ ന്യായം പറയാം. നിങ്ങൾ അവിടെ കൊണ്ടുപോയി നിങ്ങളെ മകളെ ചേർക്കേണ്ടിയിരുന്നോ? ആ മകളൊരു മുക്തദീയത്തായി പോകില്ലെന്ന് ചോദിച്ചാൽ എവിടെങ്കിലും ആയിക്കോട്ടെ ഉസ്താദ്, ഇപ്പൊ നേരത്തെ നിസ്കരിക്കുന്നില്ല. ഒരു കാര്യവും ഈ നിസ്കാരം കൊണ്ടില്ല. ഈമാനില്ലാത്ത നിസ്കാരം ആർക്കു വേണം? അള്ളാഹു കബൂലാക്കുവോ ഇത്? സുന്നിയല്ല ഞാൻ ഈമാനില്ല എന്നാണോ ഉറപ്പ്? സംശയിക്കണ്ട. കറകളഞ്ഞ ഈമാൻ സുന്നിയായെങ്കിൽ മാത്രമേ ലഭിക്കൂ. തീർത്തു പറയുന്നു. കാരണം ഈമാനിന്റെ അടിത്തറ അത് അള്ളാഹുവിനോടും റസൂലിനോടുള്ള മതിപ്പും കൂറും ബഹുമാനവുമാണ്. തഖ്വയുടെ അടിത്തറ അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കലാണ്. ഈ ആദരവ് സുന്നിക്ക് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. സുന്നിയല്ലാത്തവന് ആദരവ് ഉണ്ടാവില്ലല്ലോ. അവന് ബഹുമാനിക്കാൻ പേടിയാ. ആകാശം ഇടിഞ്ഞു വീഴുന്ന അവൻ മനസ്സിലാക്കിയത് ബഹുമാനിച്ചാൽ. തുമ്മിയാ തെറിക്കുന്ന മൂക്കാണ് ചിലരുടെ തൗഹീദ്. നമ്മുടെ തൗഹീദ് അങ്ങനെയല്ല. ഉറച്ച തൗഹീദ് അതങ്ങനെ എങ്ങനെയും പെട്ടെന്ന് അങ്ങ് തകരുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് തൗഹീദിന്റെ കാര്യത്തിൽ വ്യതിചലിച്ചു പോയോ എന്ന ഒരു ചെറിയ സംശയം പോലും മഹാപാപമാണ്. സംശയിക്കണ്ട. എന്തേ കാരണം? കവലകളിൽ നിന്ന് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ മുശ്രിക്കാണ് ശിർക്ക എന്ന് പറഞ്ഞ് ആരോപിച്ചാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആരോപണം കൊണ്ടൊരാൾ മുശ്രിക്കാവൂല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം, സഹീഹുൽ ബുഖാരിയിൽ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മേൽ നിങ്ങൾ മുശ്രിക്കായി പോകുമെന്ന ഭയം എനിക്കില്ല. നബി തങ്ങൾ പറയാണ്, ലാ അഖ്ശാ അൻ തുശ്രികൂ, നിങ്ങൾ മുശ്രിക്കാകുമെന്ന പേടിയില്ല. ബുഖാരി സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉമ്മത്തിൽ 4 ആള് മാത്രം മുവഹിദീങ്ങളാവോ? ബാക്കിയുള്ളവരൊക്കെ മുശ്രിക്കീങ്ങളാവോ? മാത്രമല്ല, ഇമാം ഷാഫിഈ തങ്ങള്, അബൂ ഹനീഫ തങ്ങള്, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങള്, മാലികി ഇമാമ്, ഇവരൊക്കെ പറഞ്ഞ തവസ്സുലും ഇസ്തിഗാസയും ഒക്കെ നടത്തിയവരാണ്. അവരൊന്നും മുഅ്മിനീങ്ങളല്ലെന്നോ? അവരെ പിൻപറ്റിയ വലിയ ഒരു ജനവിഭാഗം ഇന്നും മദ്ഹബ് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും തമ്മിലുള്ള ഒരു കണക്ക്, അവർ തമ്മിലുള്ള വ്യത്യാസം റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി എന്ന് പറയുന്ന പത്രം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ പത്രത്തിൽ പറയുന്നത് കാണാം, അലാ മുസ്തവൽ ആലം, വേൾഡ് അടിസ്ഥാനത്തിൽ, വേൾഡ് ലെവലിൽ, ലോകതലത്തിൽ തന്നെ മദ്ഹബ് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും, 4 മദ്ഹബ് അംഗീകരിക്കാം, അത് അംഗീകരിക്കാത്തവരാണ് ബിദ്അത്തുകാർ, അംഗീകരിക്കുന്നവരാണ് സുന്നികൾ. ഇത് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത് 2.5% മദ്ഹബ് അംഗീകരിക്കാത്തവർ. ബാക്കിയുള്ളതൊക്കെ മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. എന്തായി കേൾക്കുന്നത്? 97% മദ്ഹബ് അംഗീകരിക്കുന്നവർ, 97% മുശ്രിക്, 2.5% മുവഹിദീങ്ങളും. നബി തങ്ങൾ പറഞ്ഞു, ഉമ്മത്തെ നിങ്ങൾ മുശ്രിക്കാകുമെന്ന് എനിക്ക് പേടിയില്ല. സഹീഹ് ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. ആ ഹദീസ് കണ്ടാൽ തോന്നിപ്പോകും അള്ളാഹുവിന്റെ റസൂൽ എത്ര ദീർഘദൃഷ്ടിയോടെ ആ പടച്ചോനെ ഞങ്ങളുടെ ഈ കാലഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ 950കളുടെ ശേഷത്തിലേക്ക് നോക്കിയത് എന്ന് ശരിക്കും ബോധ്യപ്പെടും. എന്തേ കാരണം? സഹീഹ് ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നമാ അത്ഖവ്വഫു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന വിഷയം, ഞാൻ ഏറെ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത്, എന്റെ ശേഷം നിങ്ങളിൽ വരാനുള്ള ഏറ്റവും വലിയ ദുരന്തമായി ഞാൻ ഭയപ്പെടുന്നത്, റജുലുൻ യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി
ഖുർആൻ ക്ലാസ് എടുക്കും, ആയത്തോതും, അർത്ഥം പറയും. എന്നിട്ട് ആ ഖുർആന്റെ മൊത്തം കുത്തക അയാൾക്ക് അവകാശപ്പെടാൻ പറ്റുന്ന അവസ്ഥയിൽ ഖുർആന്റെ എല്ലാ അന്തസ്സും അയാൾ ഇങ്ങനെ കാണാൻ തുടങ്ങും. ഓത്തിങ്ങനെ കേട്ടാ എന്തൊരു ഹരമാണ് അല്ലേ? നല്ല തജ്വീദ് നിയമം അനുസരിച്ച് ഓതുന്നുണ്ട്, നല്ല വടിവൊപ്പിച്ച് അർത്ഥം പറയുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ദുർവ്യാഖ്യാനം ചെയ്ത ആളുകളെ വഞ്ചിക്കുകയാണ്. അപ്പോ ഈ ഖുർആന്റെ എല്ലാ ബഹ്ജത്തും അന്തസ്സും കാണാൻ പറ്റുന്ന വിധത്തില് ഖുർആനിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി ആ ഖുർആനിൽ നിന്ന് ആ മനുഷ്യനങ്ങ് അകന്നു പോകും. സയ്യിദുനാ റസൂലുള്ളാഹി എന്ത് ആദർശപരമായി ഖുർആനിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ ആ മനുഷ്യനെ പറ്റി ആ ഹദീസിൽ റസൂലുള്ളാഹി പരിചയപ്പെടുത്തുകയാണ്. എന്ത് എന്നിട്ട് അവന്റെ അയൽവാസിക്ക് നേരെ വാളോങ്ങി വരും. അവനിൽ ശിർക്ക് അയൽക്കാരന് നേരെ വാളോങ്ങി വരുന്ന ഒരു ഖുർആൻ പണ്ഡിതനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ആരാ സുഹൃത്തേ ഇത്? സ്വന്തം കൂട്ടുകാരന്റെ പേരിൽ ഖുർആനോദി ശിർക്കാരോപിച്ച് അയൽക്കാരന് നേരെ കടന്നു വന്നത് ബിദ്അത്തുകാരനല്ലാതെ ആരാണ്? ഇവരുണ്ടാക്കിയ നവോത്ഥാനം ചോര വിപ്ലവമാണ്. നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സ്വന്തം അയൽക്കാരന് നേരെ വാളുമായി പുറപ്പെട്ട് അതാ ആ അയൽക്കാരനിൽ ശിർക്ക് ആരോപിച്ച് വരുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അപ്പോൾ സഹാബത്ത് പറയാൻ ഞങ്ങൾ ചോദിച്ചു. ഇബ്നു ഹിബ്ബാന്റെ ഹദീസാണ്, സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൽ കാണാം. ഞങ്ങൾ ചോദിച്ചു, നബിയെ അങ്ങനെ ശിർക്ക് ആരോപിക്കുന്ന ഒരു കാലം വരുമോ? പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ പേരിൽ ശിർക്ക് ആരോപിക്കുന്ന കാലം? നബിതങ്ങൾ പറഞ്ഞു വരും. ഇവര് ചോദിച്ചു, എന്നാൽ നബിയെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾ അങ്ങ് ചോദിച്ചോട്ടെ. അറാമി ഔലാ ബിശ്ശിർക്കി അമിൽ മർമിയു യാ റസൂലല്ലാഹ്. നബിയെ അന്ന് ഈ ശിർക്ക് ആരോപിക്കുന്നവനാവുമോ, ആരോപിതനാവുമോ, ആരോപിക്കപ്പെടുന്ന വ്യക്തിയോ ആരോപിക്കുന്നവനോ ശിർക്കിനോട് കൂടുതൽ അടുത്തിട്ടുണ്ടാവുക? കൂടുതൽ അടുത്തവനാരായിരിക്കും? ശിർക്കിന് ബന്ധപ്പെട്ടത് മുശ്രിക്കെന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയത് റാമിയായിരിക്കുമോ, മർമിയായിരിക്കുമോ? ശിർക്ക് ആരോപിക്കുന്നവനായിരിക്കുമോ അതോ ആരോപിക്കപ്പെടുന്നവനായിരിക്കുമോ? മുത്തുനബി പറഞ്ഞു ബലിറാമി. ബലിറാമി. നബി തങ്ങൾ പറഞ്ഞു ഇല്ല, ആരോപിതൻ ഒരിക്കലും മുശ്രിക്കാവൂല. മറിച്ച് ആരോപിക്കുന്നവന്റെ കാര്യത്തിലെ പിന്നെയും ശിർക്ക് പാകമാകൂ. സയ്യിദുനാ റസൂലുള്ളാഹി അതിന്റെ നേർക്കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നതെന്ന് പറയാം. നേർക്കാഴ്ച. ഇന്ന് ആഗോളാടിസ്ഥാനത്തിൽ ഈ ചോര വിപ്ലവത്തിന്റെ പേരിൽ ഇവർ ശരിക്കും സംശയത്തിന്റെ നിഴലില്ല. ശരിക്കും ഇവർ സംശയത്തിന്റെ നിഴലില്ല. ഒന്നാലോചിച്ചു നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര നല്ല ഭാഷയിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് പറഞ്ഞു തന്നത്. എത്ര സമഗ്രമായ രീതിയിലാ പറഞ്ഞു തന്നത്. ഇനി ഇത് ഉൾക്കൊള്ളാനും ഇത് ചിന്തിക്കാനും ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാവുമോ? അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു രണ്ടാള് ശിർക്ക് ആരോപിച്ചതുകൊണ്ട് നമ്മൾ മുശ്രിക്കീങ്ങളാവോ? സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾക്കൊന്നും യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ അവർ ശിർക്കിനെ ഭയന്നിട്ടില്ല. യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ അവർ ശിർക്കിനെ ഭയന്നിട്ടില്ല. മുൻഗാമികൾ ആരും ഭയന്നിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനു ഭയക്കണം? അതുകൊണ്ട് ശിർക്ക് വരുമെന്ന ഒരു പേടി അവരുടെ ജീവിതത്തിൽ അവർക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആരോപിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ മുശ്രിക്കാവൂല. നമ്മൾ യഥാർത്ഥ മുവഹിദീങ്ങളാണ്. അപ്പൊ ഈമാന്റെ കാര്യത്തില് സുന്നിയാണോ കൂടുതലൊന്നും പറയാനില്ല. ഈമാൻ റെഡിയായിരിക്കും. ആ ഈമാൻ കളയാതെ നോക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം?
അവിടുന്ന് ഒരു പ്രസംഗം കേൾക്കും, ഇവിടുത്തെ ഒരു പ്രസംഗം കേൾക്കും. അപ്പൊ അത് കുഴപ്പമില്ലാന്ന് തോന്നും, ഇയാളുടെ വാചാലത കുഴപ്പമില്ലാന്ന് തോന്നും. അയാളല്ലേ ഖുർആൻ ഇങ്ങനെ നമ്പറിട്ട് ഇങ്ങനെ പറയുന്നത്, ഇത്രാം അധ്യായം ഇത്രാം വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതും ശരിയല്ലേ ഇതും ശരിയല്ലേ, അപ്പുറത്തും കാര്യമുണ്ട് ഇപ്പുറത്തും കാര്യമുണ്ട്, ഇങ്ങനെ ഒന്നും പറഞ്ഞ് ഈമാൻ നഷ്ടപ്പെടുത്തി കളയരുത്. തീർത്തങ്ങ് പറയുന്നു, തീർച്ചപ്പെടുത്തി പറയുകയാണ്. സുന്നിയാണോ എങ്കിൽ മാത്രമേ ഈമാൻ ശരിയാവൂ. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹബീബും സഹാബത്തും കാണിച്ചു തന്ന പാത എന്നാണ്. ഹബീബും സഹാബത്തും കാണിച്ചു തന്ന പാത അഹ്ലുസുന്ന, അസ്സുന്ന അത് തിരുനബിയുടെ പാതയാണ്. വൽ ജമാഅ സഹാബത്തിന്റെ പാതയാണ്. ഇതല്ലേ ശരിയായ ഈമാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ശരിക്കും ഉറപ്പിച്ചു വെക്കണം. ഈമാൻ അതില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു. ഈമാനില്ലാതെ ബാങ്ക് കൊടുക്കണതിന് മുമ്പ് നിസ്കരിക്കുന്ന ചിട്ടുള്ള ആളാണ്. നിസ്കരിക്കുന്നതിന് ചിട്ട കൂടി കൂടി ബാങ്ക് കൊടുക്കണതിന് മുമ്പ് നിസ്കരിച്ചാളും അത്ര ചിട്ടയാണ്. പക്ഷെ ഈമാനില്ല. ഇപ്പുറത്തൊരാൾ ഖളാ ആകുന്നതിന് മുമ്പ് നിസ്കരിക്കുള്ളൂ. പക്ഷെ അതിലാരാ നല്ലത്? ഇപ്പുറത്തുള്ള ഈമാൻ റെഡിയായ മനുഷ്യനാണോ? ഒരു തർക്കവും ഇല്ല. അവ്വൽ വഖത്തിന് നിസ്കരിക്കും, ഈമാൻ റെഡിയല്ല, ആ മനുഷ്യനേക്കാൾ നല്ലത് ഈമാനുള്ള ആഖിർ വഖത്തിൽ നിസ്കരിക്കുന്ന മനുഷ്യനാണ്. അയാൾ നല്ല മനുഷ്യനാണെന്നല്ല ഈ പറയുന്നത്. പക്ഷെ ഇയാളെക്കാൾ നല്ലത് ഇയാളാണ്. കാരണം ഇയാളെ ഈമാൻ കൃത്യമാണ്. ഈമാനിലൊരു മായവും ചേർന്നിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, മഹാന്മാരുമായി ബന്ധപ്പെട്ടതിനെ ആദരിക്കലാണ് ഈമാനിന്റെ അടിത്തറ, അതിന്റെ അസ്ഥിവാരം അതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയും പിഴച്ചു പോകാനില്ല. ഇത് സുന്നികൾക്ക് മാത്രമേ പറയാൻ കഴിയൂ. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ പുറമെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഉള്ളില് മുഴുവൻ നിഫാഖ് ഒളിപ്പിച്ചു വെക്കുന്നവൻ, അല്ലേ? ഉള്ളിൽ കുഫ്ർ ഒളിപ്പിച്ച് പുറത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നവനല്ലേ മുനാഫിഖ്. ഞാൻ പറഞ്ഞു സൂറത്തുൽ മുനാഫിഖൂനയിൽ ശരിക്ക് പറയുന്നുണ്ട്, ആ സ്വഭാവമൊക്കെ ഇവർക്കുണ്ട്. നബിതങ്ങളോട് മഹബത്തില്ലെങ്കിൽ മുഅ്മിനാകൂലാന്ന് മുത്തുനബി പറഞ്ഞതാണ്. പക്ഷേ ഇവർക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് എന്ത് മഹബത്താ ഉള്ളത്? നിങ്ങൾ